ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീ ജഗദംബികായേ നമ. നമ്മള് 16-ാമത്തെ അധ്യായത്തിലെ സന്ധ്യോപാസനയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പൊ നാരായണ ഋഷി നാരദനെ ഭസ്മധാരണത്തിന്റെ മഹാത്മ്യം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നീട് സന്ധ്യോപാസനം ചെയ്യേണ്ട വിധം പറഞ്ഞു കൊടുക്കുന്നു. ഓരോന്നൊന്നും അറിയാത്ത പോലെ നാരദ മഹർഷി ചോദിക്കും. നാരദ മഹർഷിക്ക് അറിയാനിട്ടല്ല, നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി ഇങ്ങനെ നാരായണ മഹർഷിയോട് ചോദിക്കുന്നത്. അതെല്ലാവരും അങ്ങനെ. അപ്പം രാമായണത്തിലെ മഹാദേവി ഭഗവാനോട്, ശ്രീ മഹാദേവനോട് ചോദിക്കും, ദേവിക്ക് അറിയാഞ്ഞിട്ടാ അല്ല നമുക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഓരോരാളെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താ പറയാ, ഈ ഭഗവാൻ അർജുനന് ഈ ഗീതോപദേശം നടത്തുന്നത് അർജുനന് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഓരോന്ന് പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്. നാരദ, 3 സന്ധ്യകളിലാണ് സന്ധ്യാവന്ദനം ചെയ്യേണ്ടത്. പ്രഭാതത്തിൽ സൂര്യന്റെ പ്രകാശം വരുമ്പോഴേക്കും, ഉച്ച സമയത്തും സന്ധ്യാസമയത്തും. ആദ്യം പ്രാതഃസന്ധ്യോപാസനയെ പറ്റി പറയാം. ആകാശത്തിൽ നക്ഷത്രങ്ങൾ മറയുന്നതിന് മുമ്പേ സന്ധ്യോപാസന ചെയ്യുന്നത് ഉത്തമമാണ്. അപ്പൊ വെളിച്ചം വരുന്നതിന് മുമ്പേ നർത്ഥം. നക്ഷത്രങ്ങൾ മറഞ്ഞ സമയം മധ്യമമാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അധമമാണ്. ഇപ്രകാരം പ്രാതസന്ധ്യകൾ 3 വിധമുണ്ട്. വെളുപ്പിന് 5 മണിക്കെങ്കിലും മേലോട്ട് നോക്കി നക്ഷത്രങ്ങളെ കാണുന്ന സമയത്ത് വേണം ഇത് ചെയ്യാൻ, എന്നാൽ നല്ലത് എന്ന്. സൂര്യൻ അസ്തമിക്കാത്ത സന്ധ്യ ഉത്തമം. സൂര്യൻ അസ്തമിച്ചാൽ മധ്യമം. നക്ഷത്രങ്ങളോട് കൂടിയത് അധമമാണ്. ബ്രാഹ്മണൻ വൃക്ഷമാണ്. അതിൻ്റെ വേരുകൾ സന്ധ്യകളാണ്. അതിൻ്റെ ശാഖകൾ വേദങ്ങളാണ്. പത്രങ്ങൾ ധർമാനുഷ്ഠാനങ്ങളാണ്. അതിനാൽ വേരുകളായ സന്ധ്യകളെ രക്ഷിക്കണം. വേരുകൾ നശിച്ചാൽ പിന്നെ വൃക്ഷമില്ല. സന്ധ്യോപാസന ചെയ്യാത്ത ബ്രാഹ്മണൻ ശൂദ്രന് തുല്യനാണ്. അവൻ അടുത്ത ജന്മം നായയായി തീരും. അതിനാൽ സന്ധ്യോപാസന ചെയ്തേ മതിയാകും. ഉദയാസ്തമയങ്ങൾക്ക് ശേഷം 3 നാഴിക ഉപാസന ചെയ്യാം. അത് കഴിഞ്ഞാണ് സന്ധ്യോപാസന ചെയ്യുന്നതെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. കുറച്ചു നേരമേ വൈകിയുള്ളൂവെങ്കിൽ അർഘ്യം 1 പ്രാവശ്യം അധികം ചെയ്യണം. വല്ലാതെ വൈകിയാൽ 108 ഗായത്രി ജപിച്ച് സന്ധ്യാവന്ദനം ചെയ്യണമെന്നാണ് കണക്ക്. സന്ധ്യോപാസന ഗൃഹത്തിൽ വെച്ചാകാം, ഗോശാലയിൽ വെച്ചാൽ മധ്യമം, നദീതീരത്താൽ ഉത്തമം, ദേവീക്ഷേത്രത്തിലായാൽ അത്യുത്തമം. ഗായത്രി ഉപാസന ദേവീക്ഷേത്രത്തിൽ തന്നെയാണ് കഴിയുന്നതും ചെയ്യേണ്ടത്. 3 നേരങ്ങളിലും ചെയ്താൽ ഫലം അനന്തമാണ്. ദേവി ഉപാസന തന്നെയാണ് അത്യുത്തമം. ഗായത്രി ദേവി ഉപാസനയാണ് ശ്രേഷ്ഠമെന്ന് വേദത്തിൽ പറയുന്നു. സർവ്വവേദങ്ങളുടെയും സാരമായിട്ടുള്ളതാണ് ഗായത്രി ഉപാസന. വേദങ്ങളും ആ ദേവിയെ ഉപാസിക്കുന്നതിനാൽ വേദോപാസ്യ എന്ന പേരിൽ കീർത്തി നേടി. ഈ സന്ധ്യോപാസന ബ്രഹ്മാദികളും ചെയ്യുന്നു. ശാക്തരും വൈഷ്ണവരും ശൈവരും എന്ന് വേണ്ട, എല്ലാവരും വേദമാതാവായ ഗായത്രി ഉപാസിക്കുന്നു. ആദ്യം ആചമിച്ചതിന് ശേഷം കേശവൻ, നാരായണൻ, മാധവൻ എന്നീ നാമങ്ങളോടുകൂടി പ്രാണായാമം ചെയ്യണം കേട്ടോ. പിന്നീട് എന്താ ചെയ്യേണ്ടത്? കേശവൻ, നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ, സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, അധോക്ഷജൻ, നാരസിംഹം, അച്യുതൻ, പുരുഷോത്തമൻ, ജനാർദ്ദനൻ, ഉപേന്ദ്രൻ, ഹരി, കൃഷ്ണ എന്നീ 24 നാമങ്ങൾ സ്വാഹ എന്ന് ജപിച്ച അവസാനത്തിൽ ആചമിക്കണം. എല്ലാ നാമങ്ങളുടെ അവസാനത്തിൽ നമ എന്ന് ജപിക്കണം. അതായത് കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണു നമ, മധുസൂദനായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഋഷികേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ, സംഘർഷണായ നമ, വാസുദേവായ നമ, പ്രദ്യുമ്നായ നമ, അനിരുദ്ധായ നമ, അധോക്ഷജായ നമ, നാരസിംഹായ നമ, അച്യുതായ നമ, പുരുഷോത്തമായ നമ, ജനാർദ്ദനായ നമ, ഉപേന്ദ്രായ നമ, ഹരയേ നമ, കൃഷ്ണായ നമ എന്നീ 24 നാമങ്ങളാണ് സ്വാഹ എന്ന് ജപിച്ച അവസാനത്തിൽ ആചമിക്കണം. കേശവാദി 3 നാമങ്ങൾ ജപിച്ച് ജലം ആചമിക്കണം. പിന്നത്തെ 2 നാമങ്ങൾ കൊണ്ട് കൈ കഴുകുകയും
കേശവൻ, നാരായണൻ, മാധവൻ. അതാണ് ആദ്യത്തെ 3 നാമങ്ങൾ. എന്നിട്ട് പിന്നെ കൈ കഴുകണം. അടുത്ത 2 നാമങ്ങൾ കൊണ്ട് മുഖം തുടക്കുകയും വേണം. പിന്നീട് ഒരു നാമത്താൽ കൈകാൽ കഴുകി ശിരസിൽ തളിക്കണം. പിന്നെ സംഘർഷണം തുടങ്ങിയ 12 നാമങ്ങൾ കൊണ്ട് 12 അംഗങ്ങളെ സ്പർശിക്കണം. ആചമിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് വലത് കൈ തൊടണം. ഇടത് കൈ കൊണ്ട് തൊട്ടില്ലെങ്കിൽ ജലം ശുദ്ധമാവുകയില്ല. അപ്പൊ ഇടത് കൈക്കും പ്രാധാന്യം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഇടത് കൈ എന്ന് പറഞ്ഞിട്ട് നിഷേധിക്കലാണ് ഇടത് കൈനെല്ലാരും. പക്ഷെ അതിനും ഒരുത്തനെ കൊണ്ടുപകാരമില്ലെന്നൊരിക്കലും തോഴ നിനക്കൊല നീ ഉരുട്ടിവെക്കും പിതൃപിണ്ഡമുണ്ണാനൊരിക്കലക്കാകനെ വേണമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇടത് കൈക്കും പ്രാധാന്യമുണ്ട്. കൈ ഗോകർണ രൂപത്തിലാക്കി അല്പം ജലം മാത്രമേ കുടിക്കാവൂ. അതിലധികമായാൽ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം മദ്യപാനമാണ്. പ്രണവത്തോടുകൂടി തുരീയ പാദത്തോടുകൂടി ഗായത്രി ജപിക്കണം. പിന്നീട് പ്രാണായാമം ചെയ്യുക. 2 നാസാദ്വാരങ്ങളും അമർത്തി കുംഭകം ചെയ്യുക. ചൂണ്ടാണി വിരലും നടുവിരലും ഉപയോഗിക്കരുത്. തള്ളവിരലുകൊണ്ട് വലത്തെ നാസികയും ചെറുവിരലും മോതിരവിരലും ചേർത്ത് ഇടത്തെ നാസികയും അമർത്തിപ്പിടിക്കണം. വായുവിനെ പുറത്തേക്കെടുക്കുന്നത് രേചകം, ഉള്ളിലേക്ക് വലിക്കുന്നത് പൂരകം. വായുവിനെ പുറത്തേക്ക് വിടാതെ നിർത്തുന്നത് കുംഭകം. പൂരകം ചെയ്യുമ്പോൾ നീലമേഘശ്യാമളനായ ഹരിയെ നാഭിയിൽ സ്മരിക്കണം. കുംഭകം ചെയ്യുമ്പോൾ, കുംഭകം എന്ന് വെച്ചാൽ വയറ്റിൽ നിറച്ചു വെക്കല്. പൂരകം എന്ന് വെച്ചാൽ വയറ്റിലേക്ക് ശ്വാസം എടുക്കല്. അത് നിറച്ചു വെക്കല് കുംഭകം. പിന്നീടോ രേചകം എന്ന് പറഞ്ഞാൽ പുറത്തു വിടുക. അവ വലിച്ചു കയറ്റിയില്ലേ ആ ശ്വാസം പുറത്തേക്ക് വിടുന്നതാണ് രേചകം. പൂരകം, കുംഭകം, രേചകം. രേചകം ചെയ്യുന്ന സമയത്ത് വെളുത്ത വർണ്ണത്തിൽ നിർമ്മലനായ ശിവനെ ഭ്രൂമധ്യത്തിൽ സ്മരിക്കണം. എല്ലാത്തിനും വിധിയുണ്ട് കേട്ടോ. പൂരകം കൊണ്ട് വിഷ്ണുവിനെ സ്മരിക്കുന്നത് കൊണ്ട് വിഷ്ണു സായുജ്യം കിട്ടും. കുംഭകം കൊണ്ട് ബ്രഹ്മാവിനെ സ്മരിക്കുന്നതുകൊണ്ട് ബ്രഹ്മലോക പ്രാപ്തിയും കിട്ടും. രേചകം കൊണ്ട് ശിവസായുജ്യവും സിദ്ധിക്കും. ദേവർഷേ, പുരാണത്തിൽ പറഞ്ഞ ആചമനത്തെ പറ്റിയാണ് പറഞ്ഞു തന്നത്. ശ്രുതിയിൽ പറഞ്ഞ ആചമനത്തെ പറ്റി പറയാം. ആദ്യം പ്രണവം ഉച്ചരിക്കണം. പിന്നെ 3 വ്യാഹൃതികളായ ഭൂർഭുവസ്വ അതോടുകൂടി അത് തുടങ്ങി ഗായത്രി മന്ത്രത്തോടുകൂടി ആചമനം ചെയ്യണം. ഛന്ദസ്സോടുകൂടിയും വ്യാഹൃതിയോടുകൂടിയും ഓരോന്നിനോടും പ്രണവമന്ത്രം ജപിച്ച് 3 പ്രാവശ്യം ഗായത്രി ജപിച്ച് പ്രാണായാമം ചെയ്യണം. ഇനി പ്രാണായാമത്തിൽ പറയാം. അതെല്ലാ പാപങ്ങളെയും നശിപ്പിക്കുകയും മഹാപുണ്യത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. പ്രണവം സ്മരിച്ചുകൊണ്ട് 5 വിരലുകളും നാസാഗ്രത്തിൽ അമർത്തി പ്രാണായാമം ചെയ്യുന്നത് വാനപ്രസ്ഥർക്കും ഗൃഹസ്ഥന്മാർക്കും വിധിച്ചിട്ടുള്ളതാണ് കേട്ടോ. യതിക്കും ബ്രഹ്മചാരിക്കും 3 വിരലാണ് വിധിച്ചിട്ടുള്ളത്. ആപോഹിഷ്ഠാമയോഭുവ എന്ന് തുടങ്ങുന്ന മന്ത്രം 3 പ്രാവശ്യം ജപിച്ച് കുശവാരി കൊണ്ട് പ്രോക്ഷിക്കുകയും വേണം. ആ മന്ത്രത്തിന്റെ ആദ്യത്തിലോ അതുപോലെ തന്നെ അവസാനത്തിലോ പ്രണവം ജപിക്കണം. ഓം എന്ന് ജപിച്ചു വേണം ആദ്യത്തിലോ അല്ലെങ്കിൽ അവസാനത്തിലോ ജപിക്കേണ്ടത്. ഈ മന്ത്രത്തിന് 3 ഋക്കുകളും 9 പാദങ്ങളും ഉണ്ട്. ഓരോ ഋക്കിന്റെയും അവസാനത്തിലോ ഓരോ പാദത്തിന്റെയും ആദ്യത്തിലോ പ്രണവം ചേർത്ത് ജപിച്ച് മാർജനം ചെയ്യണം. ഈ മാർജനം കൊണ്ട് 1 വർഷത്തെ പാപം ഇല്ലാതാകുന്നു. പിന്നീട് സൂര്യമന്ത്രത്താൽ ആചമനം ചെയ്ത് ജലം പാനം ചെയ്യണം. അപ്പോൾ അന്ധകരണത്തിലുള്ള പാപങ്ങളെല്ലാം നശിക്കും. പ്രണവം കൊണ്ടും വ്യാഹൃതികൾ കൊണ്ടും ഗായത്രി കൊണ്ടും അപോഹിഷ്ഠാമയോ ഭുവ എന്ന സൂക്തം കൊണ്ടും മാർജനം ചെയ്യാം എന്ന് വിധിയുണ്ട്. വലത് കൈ ഗോകർണം പോലെയാക്കി ജലമെടുത്ത് നാസാഗ്രത്തോളം പൊക്കി ഇടത്തെ കുക്ഷിയിലായി കറുത്ത നിറമുള്ള പാപപുരുഷനെ സ്മരിച്ച് ഋതം ച എന്ന മന്ത്രം ജപിക്കണം. പിന്നെ ദ്രുപദാതി ഋക്ക് ജപിച്ച് വലത്തെ നാസികയിലെ ശ്വാസത്തിലൂടെ ആ പാപപുരുഷനെ കയ്യിലെ വെള്ളത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ ആ ജലത്തെ നോക്കാതെ ഇടത് ഭാഗത്തെ കല്ലിലേക്ക് ഒഴിക്കുക. താൻ പാപത്തിൽ നിന്ന് മോചിതനായി എന്ന് തന്നെത്താൻ സങ്കല്പിക്കണം. പിന്നീട് എന്ത് വേണം? പിന്നീട് എഴുന്നേറ്റ് 2 പാദവും ചേർത്ത് വെക്കണം.
ചുണ്ടാണി വിരലും തള്ളവിരലും ഉപയോഗിക്കാതെ കയ്യിൽ ജലമെടുത്ത് സൂര്യൻ അഭിമുഖനായി നിന്ന് ഗായത്രി ജപിച്ചുകൊണ്ട് 3 തവണ അർഘ്യം നൽകണം. നാരദ, ഇതാണ് കേട്ടോ അർഘ്യവിധി. പിന്നീട് അസൗവ ആദിത്യ എന്ന മന്ത്രത്താൽ മധ്യാഹ്നത്തിൽ 1 പ്രാവശ്യവും മറ്റ് 2 സന്ധ്യകളിൽ 3 പ്രാവശ്യവും പ്രദക്ഷിണം ചെയ്യണം. ഉച്ചക്ക് നിവർന്നു നിന്നിട്ടും പ്രഭാതത്തിൽ കുനിഞ്ഞുകൊണ്ടും സന്ധ്യയ്ക്ക് ഇരുന്നുകൊണ്ടും അർഘ്യം നൽകണം. ഇനി അതിന്റെ കാരണവും പറയാം. മന്ദേഹരെന്ന് പറയുന്ന 3 കോടി രാക്ഷസന്മാർ ആദിത്യനെ വിഴുങ്ങുന്നതിനായി ആഗ്രഹിക്കുന്നു. എന്താ പേര്? മന്ദേഹന്മാര്. ചെറിയ ആൾക്കാരെന്നല്ല, കുറേയുണ്ട്, 3 കോടി. ഋഷീശ്വരന്മാരും ദേവന്മാരും മുനിമാരും അർപ്പിക്കുന്ന ഉദകാഞ്ജലിയിൽ ആ രാക്ഷസന്മാർ ദഹിക്കുന്നു. പാവം തന്നെ. ബ്രാഹ്മണരുടെ ഈ ഉദകാഞ്ജലി വളരെയധികം പുണ്യപ്രദമാണെന്ന് വേദങ്ങള് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആദിത്യനും, ഞാൻ ജ്യോതിസ്വരൂപനും, ഞാൻ ആത്മജ്യോതിസും, ഞാൻ ശിവനും ആകുന്നു. ഞാൻ ശുദ്ധനും സർവജ്യോതിസ്വരൂപനുമായ രസവുമാകുന്നു. വരപ്രദായിനിയായ ഗായത്രി വന്നാലും ജപാനുഷ്ഠാന സിദ്ധിക്കായി എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചാലും ശുദ്ധമായ സ്ഥലത്തിരുന്ന് വേദമാതാവായ ഗായത്രി ജപിക്കണം. അത് കഴിഞ്ഞ് പ്രാണായാമം ചെയ്ത് സന്ധ്യാവന്ദനത്തിലേക്ക് ഖേചരീ മുദ്ര ധരിക്കുകയും വേണം കേട്ടോ. പ്രഭാത സന്ധ്യയിലാണ് ഇപ്രകാരം ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്നതിൻ്റെ ഹൃദയവും ജിഹ്വയും ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്നു. അതുകൊണ്ടാണ് ഖേചരി എന്ന് പറയുന്നത്. ഭ്രൂമധ്യത്തിൽ ദൃഷ്ടിയോടുകൂടിയ മുദ്രയാണ് ഖേചരീ മുദ്ര. ഭ്രൂമധ്യം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. ഈ 2 കണ്ണിൻ്റെയും നടുവിൽ വരുന്ന സ്ഥലം, മൂക്കിന് തൊട്ടുമേലെ. സിദ്ധാസനത്തിന് സമമായ മറ്റൊരാസനവുമില്ല. കുംഭകം പോലെ മറ്റൊരു പ്രാണായാമവുമില്ല. നിറച്ചു വെക്കണം കുറേ സമയം. അതാണ്. അഹങ്കാരം ഉപേക്ഷിച്ച് സ്ഥിരചിത്തനായി ഇരിക്കണം. പ്രണവം മണിനാദം പോലെ ഉച്ചരിക്കണം. ഇനി ആസനത്തിന്റെ ലക്ഷണം പറയാം. യോനിസ്ഥാനത്ത് ഒരു കുതികാൽ മുട്ടിച്ചു വെച്ച് മറ്റേ കാലെടുത്ത് അതിന്റെ മുകളിലായി വൃഷണത്തെ മറക്കുന്ന വിധത്തിൽ കയറ്റി വെക്കുക. നിവർന്നിരിക്കണം. ഇന്ദ്രിയങ്ങളെ അടക്കി ദൃഷ്ടി ഉറപ്പിച്ച് ഭ്രൂമധ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനെയാണ് സിദ്ധാസനം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഒരു കുതികാലം മുട്ടിച്ചിട്ട് യോനിസ്ഥാനത്ത് ഒരു കുതികാലം മുട്ടിക്കണം. പിന്നെ മറ്റേ കാലെടുത്ത് അതിൻ്റെ മുകളിലായി വൃഷണത്തെ മറക്കുന്ന വിധത്തിൽ കയറ്റി വെക്കണം. എന്നിട്ട് നിവർന്നിരിക്കണം. അതാണ് സിദ്ധാസനം എന്ന് പറയുന്നു. ഈ ആസനം യോഗികൾക്ക് സുഖപ്രദവുമാണ്. വരത്തെ ദാനം ചെയ്യുന്നതും വേദമാതാവും ഗായത്രി സ്വരൂപിണിയുമായ ദേവി സ്തോത്രത്തിൽ എഴുന്നള്ളിരിക്കണമേ. ഞാൻ ചെയ്യുന്ന പാപങ്ങൾ അപ്പപ്പോൾ നശിക്കണമേ ദേവി, അവിടത്തേക്ക് നമസ്കാരം. പിന്നീട് തേജോ അസി എന്ന് തുടങ്ങുന്ന മന്ത്രത്താൽ ദേവിയെ ആവാഹിച്ചതിന് ശേഷം പറയണം. അവിടുത്തെ പേരിൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ശുഭപ്രദമാകണമേ അമ്മേന്ന് ദേവിയോട് പറയണം. അനുഗ്രഹിക്കാൻ പറയണം. ശാപങ്ങൾ 3 വിധമുണ്ട്. ബ്രഹ്മശാപം, വസിഷ്ഠശാപം, വിശ്വാമിത്ര ശാപം. ബ്രഹ്മാവിനെ സ്മരിക്കുന്നത് കൊണ്ട് ബ്രഹ്മശാപം, വസിഷ്ഠനെ സ്മരിക്കുന്നത് കൊണ്ട് വസിഷ്ഠശാപം, വിശ്വാമിത്രനെ സ്മരിക്കുന്നത് കൊണ്ട് വിശ്വാമിത്ര ശാപവും നശിക്കും. സർവജഗത്സ്വരൂപനും ചിദ്രൂപനും വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്തവനുമായ പുരാണ പുരുഷനെ ഞാൻ ഹൃദയത്തിൽ എപ്പോഴും ധ്യാനിക്കുന്നു. ഇനി സന്ധ്യാന്യാസ വിധിയെ പറ്റി പറയാം. എല്ലാ മന്ത്രത്തിന്റെയും ആദ്യം പ്രണവം ജപിക്കണം. ഭൂ എന്ന് ജപിച്ചിട്ട് 2 കാലിൽ നമ എന്ന് ചൊല്ലി ന്യസിക്കണം. ഭുവ എന്ന് ജപിച്ച് കാൽമുട്ടിലും, സ്വ എന്ന് ജപിച്ച് കടിയിലും, മഹ ശബ്ദത്താൽ നാഭിയിലും, ജനശബ്ദത്താൽ മാറിലും, തപസ് എന്ന് ജപിച്ച് കണ്ഠത്തിലും, സത്യം എന്ന് ജപിച്ച് നെറ്റിയിലും ന്യസിക്കണം. തത്സവിതു എന്ന് ജപിച്ച് അങ്കുഷ്ഠത്തിലും, വരേണ്യം ജപിച്ച് തർജനിയിലും, ഭർഗോദേവസ്യ എന്ന് ജപിച്ച് ശിഖയിലും, ശക്തിക്ക് ധീമഹി എന്ന് ജപിച്ച് കവചത്തിലും, ധിയോയോന എന്ന് ജപിച്ച് കാലാത്മാവിന് കണ്ണിലും, പ്രചോദയാത് എന്ന് ജപിച്ച് സർവാത്മാവിന് അസ്ത്രത്തിലും ന്യസിക്കണം. നാരദായി ഞാൻ എന്താണ് പറയേണ്ടത്? ഇനി ഞാൻ അക്ഷരങ്ങൾ ന്യസിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം പ്രണവം ജപിച്ച് വേണം എല്ലാ ന്യാസങ്ങളും ചെയ്യാൻ. ഓം തത്ത് എന്ന് ജപിച്ച്
പാദാങ്കുഷ്ഠങ്ങളിൽ ന്യസിക്കണം. സകാരം കൊണ്ടും വികാരം കൊണ്ടും കണങ്കാലിൽ ന്യസിക്കണം. തുകാരം കാൽമുട്ടിലും, വകാരം കൊണ്ട് രണ്ട് തുടയിലും, രേകാരം കൊണ്ട് ബുധത്തിലും, നികാരം ലിംഗത്തിലും, യകാരം കടിപ്രദേശത്തും, ഭകാരം നാഭിയിലും, ഗോകാരം ഹൃദയത്തിലും, ദേകാരം മുല രണ്ടിലും, വകാരം നെഞ്ചിലെ കുഴിയിലും, സ്യകാരം കണ്ഠത്തിലും, ധീകാരം മുഖത്തിലും, മകാരം താലുവിലും, ഹികാരം നാസികാഗ്രത്തും, ധീകാരം രണ്ട് കണ്ണുകളിലും, യോകാരം ഭൂമധ്യത്തിലും, നകാരം മേൽചുണ്ടിലും, പ്രകാരം വലതുഭാഗത്തും, ചോകാരം പിൻഭാഗത്തും, ദകാരം ഇടതുഭാഗത്തും, യാകാരം മൂർധാവിലും, എന്നതുകൊണ്ട് വ്യാപകവും ചെയ്യണം. ന്യാസം കഴിഞ്ഞാൽ ദേവിയെ ധ്യാനിക്കാം. എങ്ങനെയുള്ള ദേവിയെ? ചെമ്പരത്തിപ്പൂവിന്റെ നിറമുള്ളവളും, താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്നവളും, 4 കൈകളും 4 മുഖവുമുള്ളവളും, ശരീരത്തിലാകെ രക്തചന്ദനം ലേപനം ചെയ്തവളും, രക്തമാല്യം അണിഞ്ഞവളും, താമര ഇതൾ പോലെ മനോഹരമായ നീണ്ട നേത്രങ്ങളുള്ളവളും, സൃക്കും സ്രവവും ജപമാലയും കിണ്ടിയും കയ്യിലേന്തിയവളും, സർവാഭരണ വിഭൂഷിതയായവളും, എപ്പോഴും ഋഗ്വേദം ജപിച്ചുകൊണ്ടിരിക്കുന്നവളും, ഹോമാഗ്നി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളും, ഹംസവാഹിനി, അതായത് ഹംസത്തെ അരയന്നത്തിനെ വാഹനമാക്കിയവളും, 4 കാലുകളും 8 കുക്ഷികളും 7 തലയും ഉള്ളവളും ആയ മഹേശ്വരിയെ ഭാവന ചെയ്യണം. ആ ദേവി അഗ്നിവക്ത്രയും രുദ്രശിഖയും വിഷ്ണുചിത്തയും ആണ്. 4 കാലം. ആ ദേവിയുടെ കവചം ബ്രഹ്മാവും ഗോത്രം സാംഖ്യായനനുമാണെന്ന് പറയപ്പെടുന്നു. ആദിത്യമണ്ഡലസ്ഥയായ ദേവിയെ ധ്യാനിക്കണം. ഇപ്രകാരം വേദമാതാവായ ഗായത്രിയെ ധ്യാനിച്ചിട്ട് ദേവിക്ക് തൃപ്തികരമായ മുദ്രകൾ കാട്ടണം. ഗായത്രിയുടെ 24 മുദ്രകളും ജപസമയത്ത് കാട്ടണം. അതിനുശേഷം 100 അക്ഷരങ്ങളോട് കൂടിയ ഗായത്രി ഒരിക്കൽ കൂടി ജപിക്കണം. ഗായത്രിക്ക് 24 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. ജാതവേദസ് എന്ന് തുടങ്ങുന്ന ഋക്ക് കൂടി ജപിക്കുക. ത്രയംബകം എന്ന മന്ത്രവും കൂടിയാവുമ്പോൾ 100 അക്ഷരമാവും. ഈ പുണ്യപ്രദമായ മന്ത്രം പലവട്ടം ജപിക്കുന്നത് വളരെയധികം ഭക്തിദായകമാണ് നാരദ. ഓംകാരവും പിന്നീട് വ്യാഹൃതികളും ഉച്ചരിച്ചിട്ട് 24 അക്ഷരമുള്ള ഗായത്രി ജപിക്കണം. ഇപ്രകാരം നിത്യം ജപിച്ചാൽ സന്ധ്യോപാസനയുടെ പൂർണ്ണ ഫലം ലഭിക്കും എന്നുള്ള ഒരു ഗുണപാഠ കഥയോടുകൂടി വിഭാഗം ദേവീപാദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.